പാലക്കുഴയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. കോഴിപ്പള്ളി ഭഗവതി ക്ഷേത്രം കിഴക്കേനട മൈതാനിയിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം എം ശരത്ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. PM മനോജ് അധ്യക്ഷത വഹിച്ചു. ഹമാസ് തീവ്രവാദികൾ പോലെയുള്ള സംഘടനയ്ക്ക് വേണ്ടി കന്നീർ ഒഴിക്കുന്ന കാഴ്ച കാണാം. പ്രകടനം, പൊതുസമ്മേളനം, എന്തെല്ലാം പരിപാടികളാണ്. കാശ്മീർ പണ്ഡിറ്റുകളെ ആട്ടിപ്പൊടിച്ചപ്പോൾ പരിപാടിയായിരുന്നു. ഒരു സംസ്കാര നായകന്മാർ പോലും സംസാരിക്കാറില്ല, മിണ്ടാറില്ല. 24 മണിക്കൂറിനുള്ളിൽ പഹൽഗാം തീവ്രവാദികൾക്കെതിരെ മറുപടി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ഈ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിരിക്കുന്ന ധീരരായിട്ടുള്ള വീര സൈനികരാണ്. അവരെ ഈ സമയത്തിൽ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടിൽ കോഴിപ്പള്ളിയിൽ നമുക്കറിയാൻ സാധിക്കും 5 പേരാണ് നമ്മൾ ആദരിക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. ധീരരായ സൈനികരാണ്. നമ്മുടെ ഏറെ പറയാം ദീപപ്രവചനം നടത്തിയ പ്രേംജിത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, വയലുകളിൽ നമ്മൾ വിളയിറക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അത് കൊയ്യുന്നത് വരെ പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ്. പട്ടാളക്കാർ വിതച്ചു തൊട്ട് കൊയ്യുന്നത് വരെ പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ജീവനാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ സത്യസന്ധമായിട്ടുള്ള ഭാരത മാതാവിനോടുള്ള അർപ്പണ മനോഭാവമാണെന്ന് മനസ്സിലാക്കണം. ഭാരതത്തെ അമ്മയായി കണ്ടുകൊണ്ട് മലപ്പുറത്ത് നടന്ന കുംഭമേളയുടെ മുഖ്യ സംഘാടകൻ തിരൂർ ദിനേശ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അപ്പൊ അത്രയും വലിയ ഒരു സംസ്കാര സമ്പത്തുള്ള ഒരു ഭാരതീയരാണ് നമ്മൾ. വലിയ ഒരു സംസ്കാരം നമുക്ക് വേണ്ടി ഈ സനാതന ധർമ്മം എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓരോ കാലഘട്ടത്തിൽ ഇപ്പോ ഈ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നതിന് അതൊരു കാരണമുണ്ട്. നമ്മുടെ ധർമ്മം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഹിന്ദുക്കളെ ഒരുമിക്കേണ്ടതുണ്ട്. ആ ഒരുമിപ്പിച്ചുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യണമെന്ന് ഹിന്ദു ഏകതാ സമ്മേളനം നിങ്ങൾക്ക് നിർദ്ദേശം തരാനുണ്ട്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ അപജയങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഓരോരുത്തരായിട്ട് നമ്മൾക്ക് പിന്തുണയായിട്ട് അത് നിലനിർത്താനായിട്ട് മഹാന്മാർ ജനിച്ചിരുന്നു. നമ്മുടെ ഈ ഒരു പോസ്റ്ററിൽ തന്നെ കണ്ടോ എത്ര മഹാന്മാർ. ആദിനാരായണൻ, അതിനു മുൻപുള്ള ആളുകൾ, ആദിനാരായണൻ, വസിഷ്ഠൻ, വ്യാസൻ, വിശ്വാമിത്രൻ, പരാശരൻ, നാരദൻ, ബുദ്ധൻ, തീർത്ഥങ്കരൻ തുടങ്ങി നിരവധി ഋഷീശ്വരന്മാർ നമുക്ക് നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തുവാൻ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈശ്വരന്റെ അംശാവതാരങ്ങളായി അവതരിച്ചിട്ടുണ്ട്. അല്ലാതെ കൃഷ്ണൻ നേരിട്ട് അവതരിക്കുക എന്നല്ല. നിലവില് നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഇപ്പോഴും ഉണ്ട് നമുക്കിടയിൽ. അതിനെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. മാതാ അമൃതാനന്ദമയ്യാകട്ടെ, മാ രാജേഷാകട്ടെ, അതുപോലെ തന്നെ ചിദാനന്ദപുരി സ്വാമികളാകട്ടെ, അങ്ങനെ എത്ര സന്യാസിമാർ നമ്മുടെ ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും നമ്മുടെ വർത്തമാനകാലത്തുണ്ടെന്നറിയാമോ? RSS ജില്ലാ പ്രചാർ പ്രമുഖ് ബിജു വി ദേവ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീജിത്ത് നാരായണൻ, PP നിർമ്മലൻ, V ചന്ദ്രാചാര്യ, സുജിത് VR എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭകളായ PS പ്രേംജിത്ത്, MP സാബു, NC വിജയകുമാർ, സുന്ദരേശൻ നായർ, നിരഞ്ജൻ പ്രമോദ്, PR അരുൺകുമാർ, KR വാസു, ദേവിക ഹരീഷ്, KK വിദ്യാധരൻ, ഋഷ് കുമാർ എന്നിവരെ ആദരിച്ചു. കോട്ടയം തീർത്ഥപാദം ഭജൻസിന്റെ ഭജൻസ്, പൂവക്കുളം ദേവസേനാധിപ സംഘം, കോഴിപ്പള്ളി SNDP കലാക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസ്, സൗവർണിക കലാസമിതി മേമടങ്ങ് എന്നീ സംഘങ്ങളുടെ കൈകൊട്ടിക്കളി, ശീതൾ സുരേഷിന്റെ ഭരതനാട്യം എന്നിവ അരങ്ങേറി.